സിനിമാ രംഗത്തേക്ക് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ശീലം മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യം തിളങ്ങി, പിന്നെ പതുക്കെ തമിഴ്, പിന്നെ തെലുങ്ക്, പിന്നെ ബോളിവുഡിലേക്ക് പോവുക ചെയ്യുക. പക്ഷേ ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് നേരെ ഉൾട്ടയാണ് കേട്ടോ. ആദ്യം തമിഴില്, പിന്നെ ബോളിവുഡിൽ, എന്നിട്ടാണ് മലയാളത്തിലേക്ക് വന്നത്. സ്ഥാനമുറപ്പിച്ചുകൊണ്ട് സംഗീത സംവിധായകൻ. പക്ഷെ ഇപ്പൊ സംഗീത സംവിധാന രംഗത്ത് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം എടുത്താലും ഇദ്ദേഹം പുലിയാണ്. അത് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കിങ് ലയർ എന്ന് പറഞ്ഞ സിനിമ. ഹായ്, ഞാൻ ദീപക്, നിങ്ങളുടെ സ്വന്തം ദീപക് ദേവ്. ഹായ് ശാലിനി. നമസ്കാരമുണ്ട്. അതോടൊപ്പം തന്നെ വെൽക്കം ടു മൈ ഷോ. താങ്ക് യു ശാലിനി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കിങ് ലയർ എന്ന് പറഞ്ഞ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ശരിക്കും ആരാ? ഒരു സംശയമില്ല, അലക്സ് പോൾ. അപ്പൊ ദീപകിന്റെ റോൾ എന്താ? ഞാൻ അതില് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ഞാനാ ചെയ്തത്. പക്ഷെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ അതിൽ 2 പാട്ടും ബിറ്റ് സോങ്സ് ഞാൻ ചെയ്തു. അപ്പം കൺഫ്യൂഷൻ ഉണ്ടായി, ഇതിൽ ഞാൻ എന്ത് ചെയ്തു, അലക്സ് പോൾ എന്ത് ചെയ്തു എന്നുള്ളത്. സംഭവം വേറൊന്നുമല്ല, എന്റെ പാട്ടൊന്നും ആദ്യം പ്ലാൻഡ് ആയിരുന്നില്ല. ഫസ്റ്റ് സിദ്ദിഖേട്ടനാണ് എന്നെ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത്. അലക്സ് പോൾ എന്ന് പറയുന്നത് ലാലേട്ടന്റെ അനിയനുമാണ്. അപ്പൊ രണ്ടുപേർക്കും ഇതിൽ ഇൻവോൾവ് ആവണം എന്നുള്ള ആഗ്രഹം സിദ്ദിഖേട്ടനും ലാലേട്ടനുണ്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, അലക്സ് പാട്ട് ചെയ്തിട്ട് ദീപു റീ റെക്കോർഡിംഗ് ചെയ്യും. പക്ഷെ പടം കിട്ടിക്കഴിഞ്ഞ് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കുറെ ഷോർട്സ് ഡയലോഗ് ഒന്നും ഇല്ലാതെ മൊണ്ടാഷ് മാതിരി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അതവിടെ മ്യൂസിക് വെച്ച് ഫില്ല് ചെയ്യും, മ്യൂസിക്കിൽ ബിൽഡപ്പ് വേണ്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. നായകൻ നായികനെ കാണുന്ന സമയത്ത് മനസ്സിൽ വരുന്ന ഫീലിംഗ് ഒക്കെ മ്യൂസിക്കിലൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലാലേട്ട ഇത് ഒരു ചുരുങ്ങിയ ഒരു 1.25 മിനിറ്റോളം ഉണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒരു ബിറ്റ് സോങ് ഇട്ടാൽ സംഭവം രസമായിരിക്കും. ലാലേട്ടൻ പറഞ്ഞത് എന്താ വെച്ചാൽ താൻ പിടിച്ചു നോക്ക്, വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ അത് നോക്കാം. അപ്പൊ ഞാനിങ്ങനെ ഫോൺ വെച്ച് ഫോണിന്റെ വീഡിയോ ഓൺ ചെയ്ത് അത് വീഡിയോ ഫോണിലെടുത്തു. ഞാൻ തന്നെ പിയാനോ വായിച്ച് അഞ്ജലി എന്നുള്ളൊരു പാട്ട് പാടി. ആ ക്യാരക്ടറിന് സിദ്ദിഖേട്ടൻ കൊടുത്ത പേര് അഞ്ജലി ആയിരുന്നു. അതെ, അപ്പൊ അഞ്ജലി എന്ന് വെച്ചിട്ട് തന്നെ പാട്ടുണ്ടാക്കി. ലാലേട്ടൻ കേട്ടിട്ട് ലാലേട്ടൻ ഇഷ്ടപ്പെട്ടു, അത് കൊള്ളാം, സംഭവം കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു അഞ്ജലി എന്നുള്ളൊരു പാട്ട് ഫിക്സ് ചെയ്തു. ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലേ? കാരണം ഓൾറെഡി AR റഹ്മാന്റെ മ്യൂസിക്കിൽ ഓൾറെഡി ഒരു അഞ്ജലി ഉണ്ടല്ലോ, അതിന്റെ കൂടുതൽ ഈ അഞ്ജലി കൂടെ ക്ലാഷ് ആവുമോ? സത്യം പറയട്ടെ ശാലിനി, അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുള്ളി ആ സ്റ്റോറിയിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആ കഥാപാത്രത്തിന്റെ പേര് അഞ്ജലി എന്നാണെന്ന് അപ്പം മനസ്സിലാക്കുക. അല്ലാതെ ഇങ്ങനെ അഞ്ജലി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പാട്ടുള്ളത് അപ്പൊ ഞാൻ ചിന്തിച്ചില്ല. അതാ പറ്റിയത്. ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനിത് ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു. കാരണം പിന്നെ പേടിച്ചിട്ട് എനിക്ക് സംഭവം, അയ്യോ അഞ്ജലി പോലത്തെ ഒരു പാട്ട് ഉള്ള സമയത്ത് എന്തിനാണ് ആ പേര് വെച്ച് വേറെ പാട്ടെന്ന് ചിന്തിച്ചേനെ. എന്തോ ഒരു ലക്കോ ഉണ്ടോ ഫ്ലൂക്കോ ഉണ്ടോ അത് ഓർത്തില്ല, അത് മനസ്സിൽ. അതെ, ഞാൻ ഈ വിഷ്വൽ കണ്ട് ഇവിടെ ഒരു പാട്ട്, ഈ നായികയുടെ പേര് അഞ്ജലി, അപ്പൊ അഞ്ജലിയിലേക്ക് വരുന്ന രീതിയിൽ ഒരു പല്ലവി വന്ന് ഹുക്ക് ലൈൻ അഞ്ജലി എന്ന് പാടുക എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് ഇത് ഓർക്കാത്തത് കൊണ്ട് ആ പാട്ട് ഉണ്ടായിപ്പോയി. ചെയ്ത് വന്നപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ മറ്റൊരു അഞ്ജലി ഉണ്ടല്ലോ. ഞാൻ തന്നെ അപ്പോഴേക്ക് ബോധം വന്നു. പിന്നെ ഞാൻ അതും ഇതൊക്കെ രണ്ടും പാടിയൊക്കെ നോക്കി. ഇനി സാമ്യമൊന്നും ഇല്ലല്ലോ, ഞാൻ അഞ്ജലിനാണ് ഈ അഞ്ജലി എന്നൊന്നും ആവില്ലല്ലോ എന്നോർത്ത്. പക്ഷെ രണ്ടായിട്ട് തന്നെ ഇരുന്നു. ഈ പടം ഇറങ്ങി കഴിഞ്ഞു, ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞു, എന്നിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടർ ആരെന്നുള്ള കാര്യത്തില്. അതെ, അത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതില് പാട്ട് അലക്സ് പോൾ എന്ന് പറയുന്നു. അപ്പൊ ഈ അഞ്ജലി പാട്ടും അലക്സ് പോൾ ആണോ എന്ന്. അപ്പം ഞാൻ തന്നെ അത് പലയിടത്തും ക്ലാരിഫൈ ചെയ്തു. ആദ്യം മ്യൂസിക് അലക്സ് പോൾ എന്ന് പറയുമ്പോൾ റീ റെക്കോർഡിംഗ് ആണോ അലക്സ് പോൾ, പാട്ടാണോ അലക്സ് പോൾ എന്നായിരുന്നു. അതായത് പടം റീ റെക്കോർഡിംഗിന് മുമ്പേ ഉള്ള കൺഫ്യൂഷൻ അതായിരുന്നു. അപ്പൊ അത് ഞാൻ അന്ന് ക്ലിയർ ചെയ്തിരുന്നു. റീ റെക്കോർഡിംഗ് ഞാൻ, പാട്ട് അലക്സ് പോൾ. ഇനി ഇതിന്റെ അപ്പുറത്ത് ഇനി സംശയം വേണ്ട. ഇറങ്ങി കഴിഞ്ഞപ്പോ പാട്ട് ഈ തുണ്ടുപാട്ടുകൾ ഞാൻ ചെയ്തപ്പം പിന്നെ ഞാൻ പറഞ്ഞത് തന്നെ തെറ്റായി. പിന്നെ അത് തിരുത്താൻ ഞാൻ നടക്കണം. പിന്നെ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് സ്റ്റേറ്റസ് ആയിട്ടിട്ട് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സേട്ടൻ ചെയ്ത പാട്ടിന്റെ പേര് പെരുന്നുണപ്പുഴ എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു പാട്ട് മാത്രം ആയതുകൊണ്ട് നമുക്ക് പിന്നെയും ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായി. പെരുന്നുണപ്പുഴ എന്നുള്ളൊരു പാട്ട് ഒഴിച്ച് ബാക്കി മ്യൂസിക്കിൽ എന്ത് കേട്ടാലും അത് പാട്ടാണെങ്കിലും റീ റെക്കോർഡിംഗ് ആണെങ്കിലും ഞാൻ തന്നെയാണ്. ഇനി അതിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ടു. അങ്ങനെ ഇപ്പം ക്ലാരിഫൈഡ്. സ്വന്തം ക്ലാസ്സിൽ ഒരു NRI ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ അഭിമാനവും അതേപോലെ തന്നെ സന്തോഷം തരുന്ന കാര്യം. കാരണം ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും കിട്ടുമല്ലോ. എന്നാൽ 90കളുടെ അവസാനങ്ങളിൽ ഇവിടെ കേരളത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ള കോളേജിൽ ഇതുപോലൊരു NRI വന്ന് ചേർന്നു. ഈ NRIയുടെ പ്രത്യേകത, പുള്ളിക്കാരൻ ദുബായിൽ നിന്ന് മ്യൂസിക് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ചേർന്നത്. തേവരയിലുള്ള കോളേജിൽ വന്ന് ചേർന്നത്. മ്യൂസിക് പഠിക്കുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടർ ആവാനുള്ളൊരു ആഗ്രഹമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മ്യൂസിക് പഠിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെയല്ല, എല്ലാ പേരൻസും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഉണ്ടാവും മ്യൂസിക് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പം അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്ക്, സൈഡിൽ മ്യൂസിക് ഇരിക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് തുടങ്ങിയത്. മാത്രമല്ല അന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കും ബാൻഡും എന്നൊക്കെ പറഞ്ഞാൽ മുടിയും നീട്ടി മരുന്നും അടിച്ച് നടക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടായ ഒരു ഇമേജ്. ചുരുണ്ട മുടി കൂടി ഏതാണ്ട്. അതെ, ചുരുണ്ട മുടിയൊക്കെ അധികമായിട്ടില്ല, അത് കല്യാണം കഴിഞ്ഞ ഷോക്കിലായി പോയത്.
അതെ അതെ, അതുവരെ നേരെയായിരുന്നു. ഗെറ്റപ്പിലും മൊത്തത്തില് ചുരുണ്ടമുടി എല്ലാം കൂടി ഇല്ല 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 ഇല്ല. അപ്പൊ അതുകൊണ്ട് അന്ന് എന്നെ മ്യൂസിക്കിൽ കാര്യമായിട്ട് എൻകറേജ് ചെയ്യാനുള്ള ചാൻസ്, ഐ മീൻ വളരെയധികം എൻകറേജ് ചെയ്തിരുന്നെങ്കിലും ഒരു കരിയർ ആയിട്ട് എടുക്കാനുള്ള ഒരു ധൈര്യം അമ്മയ്ക്ക് എന്റെ അടിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഞാൻ 12th കഴിഞ്ഞ്, ഇന്നത്തെ ദുബായ് പോലെയല്ല അന്നത്തെ ദുബായ്, 12th കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവനവന്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പോകണം. അവിടെ അത്രയും വലിയ സ്കോപ്പുള്ള കോളേജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നാട്ടിൽ വരേണ്ട ഒരു ഓപ്ഷൻ ആയപ്പം, ഞാൻ തലശ്ശേരിക്കാരനാണെന്നുള്ള കാര്യം ശാലിനിക്ക് അറിയാലോ. ഭാഷ അധികം അത് തന്നെ കാരണം, പുറത്ത് ജനിച്ച് വളർന്നുകൊണ്ട് അധികം തലശ്ശേരിയിൽ അങ്ങനെ നിൽക്കേണ്ടി വരാത്തതുകൊണ്ട് പല നാട്ടുകാർ അവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു ഭാഷ വന്നതാണ്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് തലശ്ശേരി തന്നെയാണ് പോകേണ്ടത്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ കൊണ്ട് തന്നെ ഇട്. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ്സ് എന്നുള്ള ഒരു കാര്യം നടക്കുന്ന ഒന്നിക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ആയിരുന്നെങ്കിൽ എന്റെ റിലേറ്റീവ്സും ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നു, എന്തോ ഒരു ഭാഗ്യത്തിന് വന്നു, നല്ലൊരു കോളേജിലും കിട്ടി. ആ കോളേജും വളരെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. സേക്രഡ് ഹാർട്ട് തേവര. ഒരുപാട് ആരാധകർ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഫാൻസ് ഓഫ് കോഴ്സ്, മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഫാൻ ആയിരുന്നു സ്മിത, യുവർ വൈഫ്? അല്ലല്ല, ഭാര്യ ആക്ച്വലി ഫാനായിട്ട് വന്നതല്ല. ഭാര്യ ഞാൻ ഇങ്ങനെ പിന്നാലെ പോയി മടുത്തിട്ട് അങ്ങ് വന്നതായിരിക്കും. എനിക്ക് അങ്ങോട്ടുള്ളൊരു ഇഷ്ടം തന്നെയായിരുന്നു കൂടുതലും. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞതായിരുന്നു. അല്ല, ഈ പറഞ്ഞ കോളേജിൽ ഇത് പിടിച്ചൊന്നുമില്ല? അപ്പൊ ഇല്ല, അന്ന് പ്രശ്നമാവാതെ ഞാൻ ശ്രദ്ധിച്ചു. അതെ അതെ, നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട്. ആ കോളേജിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ കോളേജിൽ നിന്നും ബസ് സ്റ്റോപ്പ് വരെ നടക്കണമെങ്കിൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കണം ജംഗ്ഷൻ വരെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുക്കും, ഒരുമിച്ച് ബാഗും പിടിച്ച് ജംഗ്ഷൻ വരെ നടക്കുമ്പോൾ. കോളേജിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നതാണല്ലോ ആ ബസ് നമ്മൾ വേണ്ടാന്ന് വെക്കാറ് പതിവ്. ഭയങ്കര തിരക്കാ അവിടെ. നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നല്ല ആളില്ലാത്ത ബസ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ. കോളേജിൽ പഠിക്കുന്ന എല്ലാവരും ഒരേ മാനസികാവസ്ഥ. അതെ, എല്ലാവർക്കും നടക്കാൻ ഇഷ്ടം ജംഗ്ഷൻ വരെ. ഇപ്പൊ 13 14 അത് ഏതാണ്ട് ഇതിന്റെ ഇടയിലായിരിക്കും. ചോദിക്കട്ടെ, എന്നാ കല്യാണം കഴിഞ്ഞ്? 2002. ഏത് ദിവസം? അയ്യോ, അപ്പൊ May 26th. വൈഫിന്റെ ബർത്ത്ഡേ September 9th, അല്ല September 10th. ശരി, രണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ. മൂത്താള് July 22nd, ഇളയാള് September 18th. ദീപകിന്റെ ബർത്ത്ഡേ April 30th. അതെനിക്കറിയാം. സോഷ്യൽ മീഡിയയും ദീപക് ദേവും എങ്ങനെ ആക്റ്റീവ് ആണോ പേജില്? ഇല്ല, ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. അതാണ് എന്റെ പ്രശ്നം. അത് ആക്റ്റീവ് അല്ലാതെ ആരെങ്കിലും ഒക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ കയറിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഇടും. പിന്നെ 2-3 ആൾക്കാരുണ്ട്, പക്ഷെ അങ്ങനെ പ്രൊഫഷണലി ഒരു കമ്പനിയിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ കുറെ പേരെടുത്ത് പാസ്വേഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. 2-3 പേരുണ്ട്. അതിൽ ഒന്ന് വൈഫുണ്ട്, ഒന്ന് വളരെ ക്ലോസ് ആയിട്ട് അഭയ അശോകൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, കുട്ടികളില്ല. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫുൾ അവരെ ഫോട്ടോസ് ആയിരിക്കും. ഫോട്ടോസ് ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും. ഞാൻ അതിൽ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, MG ശ്രീകുമാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. കുഞ്ഞിലൊരു ഫോട്ടോയുണ്ട്, പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ഇടാണ്. ശ്രീകുട്ടൻ ചേട്ടൻ ഈ അടുത്ത് സ്റ്റുഡിയോയിൽ വന്നിരുന്നു. സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ ശ്രീകുട്ടൻ ചേട്ടൻ ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞു, എന്നാൽ അതുപോലെ ഒരു ഫോട്ടോ നമുക്ക് ഇപ്പൊ എടുക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വർഷങ്ങൾ കഴിഞ്ഞില്ല, അത് എനിക്ക് വന്ന് അറ്റ്ലീസ്റ്റ് ഒരു 30 years മുമ്പേ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു. 30 അല്ല, സോറി 25. 30 എന്നൊക്കെ പറഞ്ഞ പ്രായമൊക്കെ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യട്ടോ. ശരി, അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു പിന്നണി ഗായകനായിരുന്നു അപ്പൊ അദ്ദേഹം? ഇഷ്ടംപോലെ ഷോസ് അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ദുബായിൽ വരുന്നത് ദാസങ്കളുടെ ഷോസ് ഉണ്ടാവും, ഉണ്ണിച്ചേട്ടന്റെ ഷോസ് ഉണ്ടാവും, ഉണ്ണിമേൻ അദ്ദേഹത്തിന്റെ ഷോസ് ഉണ്ടാവും. പിന്നെ എല്ലാത്തിനും എന്റെ അമ്മയും ഡാഡിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം. അവരെല്ലാത്തിനും പോകും. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് ഒരാളോട് ഭയങ്കര ഒരു പാട്ടിൽ ഫാസിനേഷൻ തോന്നിയത് MG ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു സിംഗർ. അതെനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് ഒരു പക്ഷേ ഞാൻ പാട്ടിൽ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് വരുന്ന ആ ഒരു പ്രായമായിരിക്കും ഇദ്ദേഹത്തിന്റെ എൻട്രി. അപ്പം ചിത്രം, കിലുക്കം, ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ 10th ഒക്കെ പഠിക്കുന്നത്. അമ്മയ്ക്കും ഡാഡിക്കും കൂടുതലും ദാസങ്കളുടെ പ്രോഗ്രാംസിനോടായിരുന്നു. ശ്രീകുട്ടൻ ചേട്ടന്റെ ഷോ വന്നപ്പോൾ ഞാനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ബഹളം വെച്ച ഒരു ഒറ്റ ടിക്കറ്റ് ഞാനൊന്ന് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഡാഡിയും അമ്മയൊക്കെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് അവർ വരുമായിരുന്നു. ബാക്ക് സ്റ്റേജിൽ അവരെന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പം അന്ന് ഡാഡി ഇങ്ങനെ ചെന്നിട്ട് ശ്രീകുട്ടൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മോന് പാട്ട്, അപ്പൊ ഒരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ വിദേശ ഷോസ്, അതായത് ഇവിടെയുള്ള ഗായകരുടെ ഒക്കെ ഷോസ് കണ്ടിട്ടാണോ നമുക്കും ഇങ്ങനെ ഒരു പാട്ടുകാരനാവാൻ തോന്നിയത്? എന്തായിരുന്നു എന്റെ സ്പാർക്ക്? ശ്രീകുട്ടൻ ചേട്ടന്റെ യൂത്തിൽ ഉണ്ടായ ഒരു എനർജി ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുമ്പോഴും ഞാൻ വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് ആ ഒരു മോഡിലേക്ക് പോവാ. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ആ ഫോട്ടോയിലാണ് കാണുന്നത്. ആ പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായ എന്റെ മുഖത്ത് നോക്കിയാൽ ഇപ്പോഴും കാണാം ആ ഒരു ടെൻഷനും ഇതൊക്കെ. എന്റെ മുഖം നന്നായിട്ടുണ്ടോ? അല്ല, മുഖം നന്നായിട്ടുണ്ടോന്നല്ല, മുഖം പതിയ, അത്രയേ ഉള്ളൂ അന്ന്. കാരണം അന്ന് ഈ ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് വല്ലതും വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു.
വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസ് ഇതിൽ കാണുമ്പോഴാണ് ഒരു സമാധാനം. ഓക്കെ. ദീപക് സെലിബ്രിറ്റി ആയതിനു ശേഷം സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ടോ? സെൽഫി ഞാൻ ഫസ്റ്റ് ആക്ച്വലി മ്യൂസിക് ഡയറക്ടർ ആയ സമയത്ത് ഉണ്ടായ ഒരു പബ്ലിക് റെസ്പോൺസ് അല്ല ഇപ്പോഴത്തെ ഓഡിയൻസ്. അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും. കാരണം ആ സമയത്ത് ഓട്ടോഗ്രാഫ് ആയിരുന്നു. ഇപ്പൊ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അധികം ഇല്ല. എല്ലാരും ഫോണും കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് അന്ന് ഈ ഫോട്ടോ എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും സെൽഫീസ് മാത്രമാണ്. വന്ന് സെൽഫി എടുക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ എടുക്കും, നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുന്നത് പോലെ, അതിൽ ഞാൻ കൂടെ നിന്നോട്ടെ, ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കും. ശരി, കുറെ സ്റ്റേജ് ഷോസ് ദുബായിന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ, എത്ര പേരുടെ ഓട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു കയ്യില്? ആരുടെ ഇല്ലാന്ന് ചോദിക്കും. എല്ലാവരുടെയും ഓട്ടോഗ്രാഫ് എന്റെ അടുത്തുണ്ട്. അത് എങ്ങനെയെങ്കിലൊക്കെ സ്റ്റേജിന്റെ ബാക്കിൽ ഇടിച്ചു കയറി ചെന്ന് കയ്യും കാലൊക്കെ പിടിച്ച് മമ്മൂക്ക, ലാലേട്ടൻ, പിന്നെ ശ്രീകുണൻ ചേട്ടൻ, പിന്നെ ദാസങ്കിൽ ഓഫ് കോഴ്സ് ഡാഡിക്ക് പരിചയമുണ്ടായിരുന്നു, ഉണ്ണിച്ചേട്ടൻ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി, പിന്നെ ഇന്നസെന്റ് ഏട്ടൻ, വിനീത് ഏട്ടൻ, ഡാൻസർ സുകുമാരി ചേച്ചി. അത് ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ വേറൊരു വലിയ കളക്ഷൻ പറഞ്ഞത് എനിക്ക് നന്നായി. ഞാനൊരു ദിവസം ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്റെ അടുത്തുള്ള എല്ലാ ഓട്ടോഗ്രാഫ് കളക്ഷനും അങ്ങനെ ഇതിൽ ഇടാം. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ടീച്ചർ പടപടയെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നെഞ്ചിനകത്തൊരു പടപടപ്പ് ഉണ്ടാവാറില്ലേ? അതുപോലൊരു സിറ്റുവേഷൻ ആണ് സാധാരണഗതിയിൽ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഈ റൗണ്ടിൽ എത്തുമ്പോൾ ഗസ്റ്റിന് ഉണ്ടാവാറുള്ളത്. ആദ്യത്തെ ചോദ്യം, പാട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ തൊഴിലിന് പോയേനെ, ഏത് തൊഴിലിന്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതെന്താ? അതാണ് പഠിച്ചത്. പിന്നെ അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നോ അതിന് പോകാനായിട്ട്? ഇല്ല, ഞാൻ തന്നെ എടുത്ത തീരുമാനമായിരുന്നു. ഇതല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് MCSE ചെയ്തു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്തത് ഈ പാട്ടിന് ഗുണമില്ലേ? അപ്പൊ ആ സോഫ്റ്റ്വെയർ അല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്, ഇത് വേറെ സോഫ്റ്റ്വെയർ അല്ലേ? എന്നാലും ഇല്ല, അതൊരിക്കലും ഇല്ല. അത് രണ്ടാണ്. സർട്ടിഫിക്കറ്റ് വെറുതെ ചെതലരിച്ചിരിക്കുക. ഇല്ല, ആ സർട്ടിഫിക്കറ്റ് എവിടെയാന്നും കൂടെ പറയില്ല. ശരി, ദീപക് ദേവിന്റെ പാട്ട് കേട്ട് വലയിൽ വീണ പെൺകുട്ടികളുടെ എണ്ണം അതെന്നെ കൊണ്ട് റേഡിയോ തന്നെ പറയിപ്പിക്കണം. ഇല്ല, സത്യമായിട്ടില്ല. ഇല്ല, എന്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഞാൻ വലയിൽ വീഴ്ത്താനൊന്നും നോക്കിയിട്ടില്ല. വീണ് പോയതായിരിക്കും ചിലപ്പോ, നമ്മൾ വീഴ്ത്തേണ്ട ആവശ്യം. അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരും വീണിട്ടില്ല. ഒരു ലവ് ലെറ്റർ പോലും കിട്ടിയിട്ടില്ല? ഇല്ല, സത്യമായിട്ട് കോളേജിൽ പഠിക്കുമ്പോ? ഇല്ല. അപ്പൊ കോളേജിൽ പഠിക്കുമ്പോ ഞാൻ പാട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്നാലും മ്യൂസീഷ്യൻ ആയിരുന്നില്ലേ? അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫാൻസ് അഡ്മയറേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ പ്രേമത്തിൽ വീണ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ നമ്മൾ ബുക്ക്ഡാന്ന് പറഞ്ഞു. അത് കാണുന്നുണ്ടല്ലോ. ശരി, ദീപകിന്റെ സ്ട്രോങ്സ്റ്റ് പോയിന്റ്, സുന്ദരമായ മുഖം, സുന്ദരമായ പാട്ട്. അത് ഞാൻ പറയണം. അത് എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് എന്നില് ശ്രദ്ധ വെക്കുന്ന നാട്ടുകാർക്കെല്ലാം അറിയാം. അവർക്ക് ഇപ്പൊ ഒരാളോട് ചോദിക്കുക ദീപക് ദേവനെ കാണാനാണോ ദീപക് ദേവന്റെ പാട്ടാണോ എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നതാണ് കറക്റ്റ്. ഞാനൊരു പക്ഷേ വിചാരിക്കും ലുക്ക് എന്ത് ലുക്കാണല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരുത്തം പറയുന്നത് നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിന്റെ ലുക്കിലല്ല, നിന്റെ പാട്ട് മാത്രം കൊള്ളാം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? എന്താ ശരി ചോദിക്കട്ടെ, ആരെങ്കിലും പറയണത് പാട്ടിനേക്കാളും നല്ല നിന്റെ ലുക്കാണ്? ഇല്ല, പാട്ടിന് തന്നെ പോയിന്റ് ആയിരിക്കാം. ഇല്ലേ, ദീപക് ദേവ് പുലിയാവുന്നത് മെലഡിയിലാണോ അതോ ഫാസ്റ്റ് നമ്പേഴ്സിലാണോ? പുലിയാവുന്നത് ഫാസ്റ്റ് നമ്പേഴ്സിലാണ്. ദീപക് ദേവിന്റെ മ്യൂസിക് കൊള്ളില്ല എന്ന് സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. യെസ് ഓ നോ? നോ. പുറകിലെന്ന് പറഞ്ഞോ? അതുണ്ടാവായിരിക്കും, പക്ഷെ എന്റെ മുഖത്ത് നിന്നിട്ട് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പുറകിൽ നിന്ന് പറയാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. എന്തായാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൊള്ളൂല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മുമ്പിലുണ്ടാവുമ്പോ സൂചിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ അത് നമുക്ക് തുടങ്ങുമ്പോ തന്നെ അറിയാലോ. നമ്മളിങ്ങനെ സൂചിച്ച മാറി ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കലാകാരന്മാരുടെ സൃഷ്ടികളുടെ കാര്യം. അവർക്കത് പ്രഷ്യസ് ആണ് അല്ലേ? അതെ. അപ്പോഴേ ഈ പറഞ്ഞ കുഞ്ഞിനെ തന്നെ, നമ്മുടെ പാട്ടിനെ തന്നെ എപ്പോഴെങ്കിലൊക്കെ സിനിമയിൽ വിഷ്വലി മോശമായിട്ട് കണ്ടിട്ടുണ്ടോ? നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു പാട്ട് വിഷ്വലി കാണുമ്പോൾ ഒരു ബന്ധമില്ലാണ്ട് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്, ഇഷ്ടംമാരെ പറ്റിയിട്ടുണ്ട്. അത് കാണുമ്പോൾ സങ്കടം വരുമോ? അത് കാണുമ്പോൾ സങ്കടം വരും, തീർച്ചയായിട്ടും. ഇല്ല, പറയില്ല. ഇല്ല. എന്ത് പറയാനും ശാലിനി എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്നു. അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ടല്ലേ നമ്മളെ വെക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് മനസ്സിൽ തന്നെ വെക്കും. അങ്ങനെ തോന്നിയൊരു പാട്ട് അത് റേഡിയോ തന്നെ വേണമല്ലേ പറയാൻ, വേറെ ഒന്നും വേണ്ട. എനിക്ക് മനസ്സിലായി. ശാലിനിയുടെ സ്ഥിരം കേൾക്കുമ്പോൾ തന്നെ അറിയാറുണ്ട്, വളരെ കുറച്ചേ സംസാരിക്കാറുള്ളൂ. ശാലിനിയുടെ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരിക്കൽ ഒരു റേഡിയോ ആർജെനെ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് റേഡിയോ കേട്ടിട്ട് വിളിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആർജെയുടെ അത് ശാലിനി അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, അത് ശാലിനിയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനിങ്ങനെ കേട്ടു ഒരു എന്തൊരു കുസൃതി ചോദ്യം ചോദിക്കാനായിട്ട്. ഓ ശരി, ശാലിനി ഓർക്കുന്നില്ല അത്. ഓക്കെ, അത് ഞാനും അത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആണെങ്കിൽ ജിമ്മിൽ പോകുന്ന കാര്യം പറയാനായിട്ട് എന്തോ വിളിച്ചു കഴിഞ്ഞ് സംസാരിച്ച് മ്യൂസിക് ഡയറക്ടറാണ്, ഇത്ര ഹിന്റ് കൊടുത്തിട്ടും ആൾക്ക് ആരാണ് എന്താണ് ഒരു ഐഡിയ ഇല്ല. ഇവിടെ റേഡിയോ മാംഗോയിൽ തന്നെ ജോലി എടുക്കുന്ന ഒരു ആർജയാണ്, ശാലിനി അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതെ.
അതാണ് സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചത്. ദീപക്കിന് ഒരു ഗായകനായിട്ടോട് പേരെടുത്തൂടെ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ശബ്ദം തിരിച്ചറിയാലോ പെട്ടെന്ന്. ഓ അല്ല, ഈ പാട്ട് പാടുന്നവര് സംസാരിക്കുമ്പോൾ അതേ ശബ്ദമാണെന്നില്ല കേട്ടോ. പാട്ട് പാടുമ്പോ ഒരു വേറൊരു ടോണായിരിക്കും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദീപക്കിന് പാട്ടും കൂടി നോക്കൂടെ, സിംഗർ ആയിക്കൂടെ? കാരണം എല്ലാരും പാടണ്ടല്ലോ, ആർക്കും പാടാലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. മനസ്സിലായില്ലേ? ആർക്കും പാടാം, വളരെ എളുപ്പം. ഇപ്പൊ ഈ ഹലോ ഹലോ കേട്ടപ്പോ തന്നെ മനസ്സിലായി കാണില്ലേ? കിങ് ലെയറിലെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ അതാരാ ചെയ്തിരിക്കുന്നത്? അത് വിപിൻ ഡയലോഗ്സ് എഴുതിയ വിപിൻ വന്ന് ലാലേട്ടനുമായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നുള്ളൊരു അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഓക്കെ, അതങ്ങ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് എന്നുള്ള സംഭവമാക്കി. അപ്പൊ അതിനെ പാട്ടായി. വിപിൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ഇങ്ങനെ ഞാനത് സംസാരിച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ കഥയിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര ഹൈപ്പ് ചെയ്തിട്ട്. അപ്പൊ ഒരു പാട്ടായി പോയാൽ ചിലപ്പോൾ ആൾക്കാർ അത് പാട്ടിന്റെ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് ഈ അനൗൺസ്മെന്റിനെ തന്നെ പാടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഇട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തത്. ഇത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാ? ഇത് ലാലേട്ടന്റെ ഐഡിയ കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ഒരു വഞ്ചിയിലുള്ള ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പോകും. അത് ഒരു അനൗൺസ്മെന്റിന്റെ കൂടെ ഒരു ബീറ്റ് വിട്ട് അതിന്റെ കൂടെ ആ അനൗൺസ്മെന്റിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക, അതും കീബോർഡിൽ കൂടി വോയിസ് എടുത്ത് ചെയ്യുമ്പോഴൊക്കെ ഒരു പുതുമയുണ്ടല്ലോ കേൾക്കാൻ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അതുവരെ പാടിച്ചെടുക്കാം. സത്യം. എന്റെ വോയിസ് പാടിച്ചെടുക്കാമോ? ഉറപ്പായിട്ടും എടുക്കാം. എന്നാലേ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഈ പാട്ട് എഴുതിയിട്ടാണ് പിന്നെ ട്യൂൺ ചെയ്യണമെന്ന്. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ നടക്കണേ? പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്യണേ? പണ്ട് പാട്ട് എഴുതല്ല, നല്ലൊരു കവിത എഴുതും. അതിന് ജീവൻ കൊടുക്കുന്ന രീതിയിലാണ് അതിൽ ട്യൂൺ വരുന്നത്. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പം ട്യൂണിന് കൂടുതൽ ആൾക്കാർക്ക് ഫോക്കസ് വന്നു. അപ്പം അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ ആദ്യം ട്യൂൺ ഉണ്ടാക്കി പിന്നെ ആ ട്യൂണിനനുസരിച്ച് എഴുതുക എന്നുള്ളൊരു സംഭവം. അപ്പൊ ഈ ട്യൂണിനനുസരിച്ച് എഴുതുമ്പം മിക്കവാറും കവിത എന്നുള്ളൊരു സംഭവം കുറഞ്ഞ് അതൊരു പാട്ടിന്റെ ഒരു ഷേപ്പിലേക്കാവും. എങ്കിൽ കൂടെ ഈ ട്യൂണിന് എഴുതിയ ആൾക്കാർ പലവരെ ഗ്രേറ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് അതിലൊരു കവിത കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കൂടുതലും കാണുന്നത് ട്യൂണിനനുസരിച്ച് എഴുതുന്നതാണ്. കൂടുതൽ കംഫർട്ടബിൾ? ഞാൻ രണ്ടു വഴിയും ട്രൈ ചെയ്തിട്ടുണ്ട്. ക്രോണിക് ബാച്ചിലർ എന്റെ ആദ്യത്തെ പടം ആയതുകൊണ്ട് എനിക്ക് ഈ ജോലി വലിയ അത് മുമ്പേ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് സിദ്ദിഖേട്ടൻ ടെൻഷൻ ഒന്നും പിടിക്കണ്ട. ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് നമുക്ക് കൈതപ്പുറം തിരുമേനിയെ കൊണ്ട് അതിനനുസരിച്ച് എഴുതിക്കാം. അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആണ്. അദ്ദേഹം എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്ന് ഉറപ്പ് സിദ്ദിഖേട്ടൻ തന്നതുകൊണ്ട്, അതായത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിൽ എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല, എന്റെ ട്യൂണ് അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആവുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം സിദ്ദിഖേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വന്നു, എന്റെ ട്യൂണിനനുസരിച്ച് അദ്ദേഹം എഴുതി. സിംഫണി മൊത്തം അങ്ങനെയായിരുന്നു രണ്ടാമത്തെ പടം. മൂന്നാമത്തെ ഉദയനാണ് താരവും ഇതുപോലെ തന്നെയായിരുന്നു, ട്യൂണിനനുസരിച്ച് എഴുതി. നാലാമത്തെ പടം ബെൻ ജോൺസൺ, അതും ഇങ്ങനെ തന്നെയായിരുന്നു. അഞ്ചാമത്തെ പടം നരൻ വന്നപ്പം എനിക്ക് കുറച്ച് ധൈര്യം വന്നു. അതായത് ഞാൻ തിരുമേനി എടുത്ത് വെച്ച്, തിരുമേനി നമുക്ക് ഇത് ഒരു താരാട്ട്, മിന്നടി മിന്നടി മിന്നാമിനുങ്ങി എന്നുള്ള പാട്ടില്ലേ നരനിലെ, ആ പാട്ട് വന്നപ്പം അത് ജോസഫ് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു താരാട്ട് രാത്രി പാടത്തെ കൂടി നടന്നു പോകുമ്പോൾ ഒരു താരാട്ട് വേണമെങ്കിൽ ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം തിരുമേനി ചോദിച്ചു ലിറിക്സ് എഴുതിയിട്ട്, അപ്പൊ ഇതാണെങ്കിൽ ഒരു ഫുൾ സോങ്ങും അല്ല, ചെറിയ പാട്ട്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എനിക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം, എന്താന്ന് പണ്ട് എന്തൊക്കെയാ നടന്നതെന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുമേനി എടുത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ? തിരുമേനി ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ട് വിജയിച്ചില്ലെങ്കിൽ, അപ്പൊ തിരുമേനി വിജയിച്ചില്ലെങ്കിൽ തിരിച്ചു പിടിക്കാം എപ്പോഴത്തേക്കും പോലെ, നമുക്ക് ട്യൂൺ ചെയ്തിട്ട് എഴുതാം. എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തല്ലോ ദീപു. അപ്പൊ ഒരു കാര്യം ചെയ്തു, ഞാനൊരു കവിത എഴുതാം എന്ന് പറഞ്ഞു. കവിത എഴുതി കഴിഞ്ഞ് മിന്നടി മിന്നടി മിന്നാമിനുങ്ങിയെ മിന്നും നക്ഷത്ര കണ്ണേ എന്നുള്ളൊരു സംഭവം എഴുതി കഴിഞ്ഞ് കമ്പോസ് ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു സുഖവും അതിന് ആ ലൈനിന് കിട്ടേണ്ട ഒരു ജീവൻ മ്യൂസിക്കലി. അപ്പൊ അങ്ങനെ കമ്പോസ് ചെയ്തപ്പം ഭയങ്കര വ്യത്യാസം തോന്നി. ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ട്യൂൺ വന്നു. അപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് റിയലൈസേഷൻ വന്നത്, എപ്പോഴും കവിതയ്ക്ക് എഴുതുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ദീപക്ക് കംഫർട്ടബിൾ ആവണം എങ്ങനെയെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. അതായത് ഫീൽ ഓറിയന്റഡ് ആണെങ്കിൽ എനിക്ക് കവിത കിട്ടിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാൻ എഴുതിയൊരു കവിത കമ്പോസ് ചെയ്തു തരുമോ? നല്ല ഫീലാ. അത് എഴുത് പിടിച്ചോ. ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ടാ. ഞാൻ വരുന്നതിന്റെ മുമ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക അല്ലേ. പുഞ്ചിരി തൂകും കാക്കക്കുഞ്ഞ് പാടട്ടെ. മാനത്തങ്ങൊരു കാക്കക്കൂട്ടം കണ്ടു രസിച്ചൊരു മരമുകളിൽ പുഞ്ചിരി തൂകും കാക്കക്കുഞ്ഞ്. എന്തൊരു കവിത. എനിക്ക് വല്ലാതെ രോമാഞ്ചം വന്നു ഈ കവിത കേട്ടപ്പോ. ഇത് ആർക്കും കൊടുക്കരുത് കേട്ടോ, ചിലപ്പോ അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഈ കവിതയ്ക്ക് പോയേക്കാം. ഇത് പുസ്തകത്തിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആണോ? സത്യം. ഇനി അടുത്തത് ഇൻ പ്രോഗ്രസ് ആണ്. വറചട്ടിയിലെ മീൻകൂട്ടം. എന്താണ് അടുത്ത കവിത? വാളച്ചട്ടിയിലെ വറചട്ടിയിലെ മീൻകൂട്ടം. മീൻകൂട്ടം ഇത് കവിതയാണോ? ഭയങ്കര കറക്ഷൻ ആണല്ലോ ഇത്. ശാലിനി എത്ര വയസ്സിൽ തുടങ്ങി കവിത എഴുതാൻ? ഞാൻ ഏതാണ്ട് ഒരു 18 വയസ്സ് തുടങ്ങിയതാ. കഴിഞ്ഞ വർഷം തുടങ്ങിയുള്ളൂ? കഴിഞ്ഞ വർഷം തുടങ്ങിയുള്ളൂ. ഓക്കെ, അതാണ് ഇങ്ങനത്തെ കവിത വരുന്നത്. ശരി. 5 വാക്കുകൾ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം എന്താ വരുന്നത്? ഒരു മുഖമാണോ, ഒരു സിറ്റുവേഷൻ ആണോ, എന്തുമാവാം. ഇനി അതാണ് ദീപക് ദേവ് പറയണ്ടേ സ്പോട്ട്ലൈറ്റില്. റെഡി. മാസ്റ്റർ മൈൻഡ് ഗോഡ്. അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറത്തൊരു സംഭവം ആ മൈൻഡിൽ കയറി കഴിഞ്ഞു. നമ്മൾ ഇവിടുന്ന് ഒന്നും മൈൻഡിൽ മുന്നേ ധരിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതാണ് മാസ്റ്റർ മൈൻഡ്. ശരി. ഹൈറ്റ്? അമിതാഭ് ബച്ചൻ. അസൂയാണോ? ഭയങ്കര അസൂയ. അതെന്താന്ന് എന്നെ കണ്ടാലറിയാം.
ഹൈറ്റ്? 5'4". എന്റെ കാര്യത്തിൽ എന്റെ പെണ്ണിന് എന്നെക്കാളും ഹൈറ്റ് ഉള്ള ഒരു പെണ്ണ. ഹൈറ്റ് കൂടുതലാണ്. പിന്നെ അടുത്തത് NRI. ഞാൻ തന്നെ. ഈ NRI എന്നുള്ളൊരു വാക്ക് എപ്പോഴും എല്ലാരും എന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് പാട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരു NRI ആയിട്ട് ഇരിക്കുമ്പോൾ നാട്ടില് ഒന്നും തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ അവിടുത്തെ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് NRI. ഞാനൊരു NRI ആയി പോയല്ലോ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നാട്ടിൽ പോയിട്ട് എന്നുള്ളൊരു ചിന്ത എപ്പോഴും അവിടെയുള്ള സമയത്ത് ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, നാട്ടിൽ വന്നാലും ആൾക്കാർ പറയും എന്റെ ക്ലാസ്സിലൊരു NRI ഉണ്ട്, അവൻ NRI അങ്ങനെ പറഞ്ഞു നടക്കും അല്ലേ? ആദ്യം ദുബായ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കാറുണ്ടായിരുന്നു ക്ലാസ്സില്. അതായത് നമ്മുടെ ദുബായ് എത്തി എന്നൊക്കെ പറയും, അല്ലാണ്ട് ദീപക് എത്തിയെന്നല്ല. അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെ തന്നെ ഗൾഫിൽ നിന്നൊക്കെ വരണമെങ്കിൽ ആ കുട്ടികളുടെ ഡ്രസ്സിങ്ങിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും. അവര് ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ എല്ലാം അവിടുന്ന് കൊണ്ടുവന്നായിരിക്കും. അവരുടെ പെർഫ്യൂം, അവരുടെ ഗോഗിൾസ്, കൂളിംഗ് ഗ്ലാസ്, ഗോഗിൾസ് അല്ല കൂളിംഗ് ഗ്ലാസ്, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇട്ടിട്ടാണ് പോയത്. അത് കൂളിംഗ് ഗ്ലാസ്. പക്ഷെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇടുന്നത് ഭയങ്കര രസമായിരുന്നു. അന്ന് ഞാൻ ബസ്സിനാണ് പോയിരുന്നത്. അന്ന് എനിക്ക് 2 വീലർ ഒന്നും ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ വിചാരിക്കും വല്ല ബൈക്കിൽ വന്ന് ഇറങ്ങിയതാണ്. ഒരു ഹെൽമെറ്റിന്റെ കുറവേ ഉണ്ടാവാറുള്ളൂ. ബാക്കി ലുക്കൊക്കെ കണ്ടാൽ ഏതോ ഒരു ഭയങ്കര റേസ് ബൈക്കിൽ വന്ന് ഇറങ്ങിയ ലുക്ക്. പക്ഷെ ഞാൻ ബസ്സിനാണ് പോവാറ്. തമ്മനം തൊട്ട് തേവര വരെ. എന്റെ കോളേജില് അനൗൺസ്മെന്റിന് കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൂവല് കേൾക്കുന്നത് അപ്പോഴാണ്. ദീപകിന് കിട്ടിയിട്ടുണ്ടോ കൂവല്? എനിക്കില്ല. ഞാൻ അധികം അങ്ങനെ കൂവല് അന്ന് കിട്ടാതെ രക്ഷപ്പെട്ടിരുന്നു. കൂവിയിട്ടുമില്ല. കാരണം ഞാൻ ബാക്ക് സ്റ്റേജിലായിരിക്കും എപ്പോഴും. അപ്പൊ ഈ കൂവലിന്റെ എഫക്ട് ബാക്ക് സ്റ്റേജിൽ ഇരുന്ന് അറിയാല്ലാതെ ഓഡിയൻസിൽ ഇരുന്ന് അങ്ങനെ ഒരു കൂവാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അവാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എനിക്ക് കിട്ടിയ സ്റ്റേറ്റ് അവാർഡ് ഉറുമിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. അത് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പകരമായിട്ട് എനിക്ക് മ്യൂസിക് ഡയറക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ? ഇല്ല. അങ്ങനെ ഈ സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറയുന്ന കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് അവർക്ക് അതിൽ ഇഷ്ടമെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. കാരണം ചില സമയത്ത് നമ്മൾ വിചാരിക്കും വളരെ നേറ്റീവ് ആയിട്ടുള്ള പാട്ടുകൾക്ക് മാത്രമേ, അതായത് മലയാളി തനിമ മാത്രം ഉണ്ടെങ്കിലേ അവാർഡ് കിട്ടുള്ളൂ. അന്ന് ഉറുമി ഫുൾ ഒരു മലയാളി തനിമ മാത്രമല്ല, അതൊരു സിംഫോണിക് ട്രീറ്റ്മെന്റ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട്സ് മൊത്തം. അതിനെ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ മ്യൂസിക്കും ചെയ്തല്ലേ? അപ്പൊ അതിന്റെ പാട്ട് ജൂറിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു? ആർക്കറിയാം, ഇഷ്ടപ്പെട്ടു കാണില്ല. അതാണ് കൺഫ്യൂഷൻ. ആക്ച്വലി അത് അവാർഡ് കഴിഞ്ഞിട്ട് പിന്നെ അവാർഡ് ജൂറിയിലുണ്ടായ കുറച്ച് ആൾക്കാർ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് എന്നെ വന്ന് എവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, ആ വർഷം ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഇങ്ങനെ ഒരു ഇത് വന്നതാണ്, അപ്പൊ രണ്ടും ഒരാൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട്സിന് മാത്രമായിട്ട് വെച്ചത്. പാട്ടിന്റെ കാര്യത്തിൽ 2-3 പേര് തമ്മിൽ ടൈ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ അദ്ദേഹത്തിന് പാട്ടും ഇയാൾക്ക് ബാക്ക്ഗ്രൗണ്ടും എന്നുള്ള രീതിയിലാണ് വെച്ചത്. അത് കേട്ടപ്പോ കുറച്ച് സമാധാനമായോ? അത് കേട്ടപ്പോ സന്തോഷമായി. അതായത് ഓക്കെ, അവർ കൺസിഡർ ചെയ്തല്ലോ, അതന്നെ വലിയ കാര്യം. ചോദിക്കട്ടെ, ഇങ്ങനെ ബാൻഡിലൊക്കെ പണ്ടുണ്ടായിരുന്നത് ഇപ്പൊ ഗുണമായിട്ട് വന്നിട്ടുണ്ടോ? പിന്നെ ഇന്നത്തെ സോ കോൾഡ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്കൊരു പുതുമയല്ല. കാരണം നമ്മളത് പണ്ട് തൊട്ടേ വായിക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല, എന്നാലും അതൊരു പിടിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു പേടിയൊന്നുമില്ല. കാരണം അത് ബാൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് വന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്റെ പാട്ടിലെല്ലാം ഭയങ്കര ബാൻഡിഷ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടുന്നത്. എങ്ങനത്തെ കൈൻഡ് ഓഫ് മ്യൂസിക് ഇഷ്ടം ഈ ബാൻഡില്? മെറ്റലില്ല. ഇൻഫാക്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബാൻഡ് ഹെവി ബാൻഡായിരുന്നു. മദർ ജെയിൻ കേട്ടിട്ടില്ലേ? മദർ ജെയിൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് കീബോർഡ്സ് അധികം ഇല്ല. ഞാനുള്ള സമയത്ത് ഒരു കീബോർഡ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാൻഡായിരുന്നു. അതായത് എന്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ ഡ്രമ്മറും പറഞ്ഞ ഗിറ്റാറിസ്റ്റും എല്ലാം മദർ ജെയിനിലായിരുന്നു. അന്ന് ഞാൻ കീബോർഡ് വായിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്നൈ പോയപ്പം കീബോർഡ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പിന്നെ അവര് കീബോർഡ് ഇല്ലാത്തൊരു ബാൻഡായി മാറി. അപ്പൊ അവരുടെ ടേസ്റ്റും മൊത്തം ഹെവി മെറ്റൽ കൈൻഡ് ഓഫ് മ്യൂസിക് ആയി. പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മദർ ജെയിൻ ആയിരുന്നു. പിന്നെ റെൻസ് എന്ന് പറയുന്ന ബാൻഡ് ഉണ്ടായിരുന്നു, അപ്പോഴത്തെ പോപ്പുലർ ബാൻഡായിരുന്നു. ഞാൻ സാധാരണ ഈ ബാൻഡിൽ വായിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഈ മുടിയൊക്കെ നീട്ടി വളർത്തി കംപ്ലീറ്റ് കളറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്നും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ മുടി ഇല്ല, ഞാൻ മുടി അധികം നീട്ടിയിട്ടില്ല. കാരണം കോളേജ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ മത്സരിക്കുന്ന കോളേജസിലെ അവരൊക്കെ സുഖമായിട്ട് മുടിയൊക്കെ നീട്ടി. നമ്മള് എന്റെ കോലമില്ല, മുടി നീട്ടി അങ്ങനെ മീശ, പൊടി മീശ എന്ന് പറഞ്ഞാൽ വലിയ ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല. അത്തരം പ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ആൽബർട്സിലുള്ളവർക്ക് കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ട് എന്തും കുറച്ച് ഓവറായിട്ട് മുടി നീട്ടിയാലും പ്രശ്നമില്ല. അതെ, അതുകൊണ്ട് കുറച്ച് കൺട്രോൾഡ് ആയിരുന്നു. നമുക്ക് പഠിച്ചിറങ്ങാനുള്ളത്. അപ്പോ ഇത്ര നേരം 4 മണിക്കൂർ സംസാരിച്ചതിൽ ഒത്തിരി താങ്ക്സ്. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും RJ ശാലിനി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കേൾക്കാം. ആൻഡ് ദിസ് ഇസ് മീ ശാലിനി.